കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ പഠന നിലവാരം അതിദയനീയ സ്ഥിതിയിലെന്ന ഏറ്റവും പുതിയ ഫലം. 22% കോളേജുകളിലും 75% മുകളിൽ വിദ്യാർത്ഥികൾ തോറ്റു. ഒരൊറ്റ വിദ്യാർത്ഥി പോലും ജയിക്കാത്ത കോളേജുമുണ്ട് കൂട്ടത്തിൽ. സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള 128 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 36 എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലായി 2020-21 അധ്യയന വർഷത്തിൽ 30,923 വിദ്യാർത്ഥികളാണ് പ്രവേശനം നേടിയത്. അതിൽ അവസാന വർഷ പരീക്ഷകൾക്ക് യോഗ്യത നേടിയത് 27,000 വിദ്യാർത്ഥികൾ. ജയിച്ചത് 14,319 പേർ മാത്രം. വിജയശതമാനം 53.03. കഴിഞ്ഞ അധ്യയന വർഷം ഇത് 55.6%. യൂണിവേഴ്സിറ്റിയിലെ 22% എഞ്ചിനീയറിംഗ് കോളേജുകളിലും 75% വിദ്യാർത്ഥികളും തോറ്റു. 77 കോളേജുകളിൽ 50% താഴെയും 26 25% താഴെയും 6 കോളേജുകളിൽ 10% താഴെയുമാണ് വിജയശതമാനം. ഒരു കോളേജിൽ സമ്പൂർണ്ണ പരാജയവും. 51 കോളേജുകളിൽ, അതായത് പകുതിയിൽ താഴെ കോളേജുകളിൽ മാത്രമാണ് 50% മുകളിൽ വിദ്യാർത്ഥികൾ ജയിച്ചത്. കഴിഞ്ഞ വർഷം 7 കോളേജുകൾക്ക് 80% മുകളിൽ ജയമുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് വെറും 2 കോളേജുകളുടെ മാത്രം നേട്ടമാണ്. 9 പോയിന്റിന് മുകളിൽ ക്യുമുലേറ്റീവ് ഗ്രേഡ് നേടിയത് 1117 വിദ്യാർത്ഥികളാണ്. പെൺകുട്ടികളാണ് ഇത്തവണ മുന്നിൽ. പരീക്ഷ എഴുതിയ 10,229 വിദ്യാർത്ഥികളിൽ 6,921 പേർ ജയിച്ചു. വിജയശതമാനം 67.66. TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ സിവിൽ സർവീസ് വിദ്യാർത്ഥിനി ബീമ ജിഹാർ, ബാർട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അപർണ എസ്, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ അശ്വതി ഇ എന്നിവരാണ് ആദ്യ 3 റാങ്കുകളിലുള്ളത്. കഴിഞ്ഞ വർഷവും ആദ്യ റാങ്കുകൾ പെൺകുട്ടികൾക്കായിരുന്നു. ഇതിന് നേർവിപരീതമാണ് ആൺകുട്ടികളുടെ ഫലം. പരീക്ഷ എഴുതിയ 16,771 ആൺകുട്ടികളിൽ ജയിച്ചത് 7,398 പേരാണ്. വിജയശതമാനം 44.11. 55%-ലധികം പേരും തോറ്റു. SC/ST വിഭാഗത്തിൽ നിന്ന് 1012 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ 262 പേർ ജയിച്ചു. ലാറ്ററൽ എൻട്രി വിഭാഗത്തിലെ 2,487 വിദ്യാർത്ഥികളിൽ 1,181 പേർക്കാണ് ജയം. സർക്കാർ എയ്ഡഡ് കോളേജുകളാണ് കൂട്ടത്തിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത് സ്വകാര്യ സ്വാശ്രയ കോളേജുകളും. 75.94% സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ വിജയശതമാനം. സർക്കാർ കോളേജുകളിൽ 71.91%. സർക്കാർ ചെലവ് പങ്കിടുന്ന സ്വാശ്രയ കോളേജുകളിൽ 59.76%. സ്വകാര്യ സ്വാശ്രയ കോളേജുകളിൽ 43.39% എന്നിങ്ങനെയാണ് വിജയക്കണക്കുകൾ. സ്വാശ്രയ കോളേജുകളുടെ നിലനിൽപ്പിന് വേണ്ടി എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ ഒഴിവാക്കിയും മിനിമം മാർക്കിൽ ഇളവ് നൽകുകയും ചെയ്ത സർക്കാർ ഉത്തരവിന്റെ ഫലമാണ് എഞ്ചിനീയറിംഗ് രംഗത്തെ തിരിച്ചടിയെന്ന വ്യാപക വിമർശനമാണ് KTU ഫലത്തിന് പിന്നാലെ ഉയരുന്നത്. 10ലും +2വിലും ഉന്നത വിജയം നേടി എഞ്ചിനീയറിംഗിന് ചേരുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തോൽവി വിദ്യാഭ്യാസ രംഗത്ത് കേരളം അവകാശപ്പെടുന്ന മുന്നേറ്റത്തിന്റെ ഗുണമേന്മയെയും ചോദ്യം ചെയ്യുന്നതാണ്. ഏതായാലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിലവാര തകർച്ചയിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് KTU ഫലം. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.